ഉപ്പും മുളകും എന്ന് പറഞ്ഞ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ഷോയാണ്. ഫാമിലികളായി ഏറ്റെടുത്തപ്പെട്ട ഒരു ഷോയാണ് ആ ഒരു ഉപ്പും മുളകും എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് ബാലു, നീലു, ഇവരെ ഒന്നും ഇപ്പം കുറേ നാളായിട്ട് കാണാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 മാസം മുമ്പ് ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വന്നത്. എന്തെന്ന് പറഞ്ഞാൽ, ആ ഒരു ബാലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ബിജു സോപാനം എന്ത് ചെയ്യുന്നത്, ആ ഒരു സെറ്റിൽ തന്നെയുള്ളൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ രീതിയിലൊരു കേസ് വന്നിട്ടുണ്ട്. ബാലു മാത്രമല്ലായിരുന്നു, ആ ഒരു ഷോയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, അതായത് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകുമാർ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പെൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടത്തിയെന്ന് പറഞ്ഞ ന്യൂസ് ഭയങ്കരമായിട്ട് വന്നു. ഇത് വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു. അതിനുശേഷം ഇവരെ രണ്ടുപേരെ ആ ഒരു ഷോയിൽ പിന്നെ കാണാനേ ഇല്ലായിരുന്നു. ആ കേസൊക്കെ നടക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു ഷോയിലുള്ള നീലു, അതായത് നിഷ സാരംഗ് എന്ത് ചെയ്യുന്നു, പിന്നെ ആ ഒരു ഷോയിൽ പിന്നെയും കാണുന്നില്ലായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും പോയതിന് ശേഷം നിഷ സാരംഗിനെയും കാണുന്നില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നിഷ സാരംഗിനെതിരെയാണോ ഇവരങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ട് ചർച്ചയും പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവർ ഇതിനെക്കുറിച്ച് സംസാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ശ്രീകുമാർ, അതായത് ശ്രീകുട്ടൻ ക്യാരക്ടർ ചെയ്ത ശ്രീകുമാറിൻ്റെ വൈഫ് സ്നേഹ എന്ത് ചെയ്യുന്നത്, ഇവരെ ഒരു ഇൻ്റർവ്യൂ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തൻ്റെ ഭർത്താവിനെതിരെ വന്നിട്ടുള്ള ഫേക്കായിട്ടുള്ള ന്യൂസാണ്, അങ്ങനെയാണ്, അല്ലാതെ റിയലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റാത്തത് കുറച്ച് നിയമവശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സ്നേഹ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് ഈ ഒരു സ്നേഹയ്ക്കെതിരെയൊക്കെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ നെഗറ്റീവ് കമൻസ്, ഇനിയിപ്പം അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ, ഒരു കുട്ടിയൊക്കെ ആയില്ലേ, അപ്പം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞ് കമൻസ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സ്നേഹയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സ്നേഹ ഒരു വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുവാണ്. ഈ ഒരു കാര്യങ്ങൾ നെഗറ്റീവ് കമൻസ് ഇടുന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ തന്നെ ഈ ഒരു വിഷയം അറിയുന്നത് ഞങ്ങൾ അമ്പലത്തിലുണ്ടായിരുന്ന സമയത്താണ്. ഞാനും ഭർത്താവും കുട്ടിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയ സമയത്താണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങനെ തന്നെ പെട്ടെന്ന് എന്താണ് സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിയമ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് വിദ്യാഭ്യാസവും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കാറാണുള്ളത്. എൻ്റെ ഭർത്താവ് ഇങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും തന്നെ നിൽക്കത്തില്ല എന്നുള്ളൊരു കാര്യം സ്നേഹ അതിനകത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ ഹേറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എത്തിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ചെയ്യാൻ മെയിനായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനത്തുള്ള കമൻസും കാര്യങ്ങളുമാണ്. സോ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ തരുന്നതായിരിക്കും എന്നാണ് സ്നേഹ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്? എന്താണ് സ്നേഹ പറഞ്ഞത് റൈറ്റാണോ, അതോ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.